മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. കൊച്ചി തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് പ്രചാരണ പ്രവർത്തനം ഊർജിതമാക്കി LDF സ്ഥാനാർത്ഥി KJ മാക്സി. കൊച്ചി മണ്ഡലം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞതോടെ പ്രചരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിരിക്കുകയാണ് ഇടതുമുന്നണി. ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായി സിറ്റിംഗ് MLA കൂടിയായ KJ മാക്സി തന്നെയാണ് മത്സര രംഗത്തുള്ളത്. UDFന്റെ കോട്ടയായിരുന്ന കൊച്ചിയിൽ കഴിഞ്ഞ 2 തവണയായി ജയിച്ചു കയറുന്നത് ഇടതുമുന്നണിയുടെ KJ മാക്സിയാണ്. 2011 കൊച്ചി മണ്ഡലം രൂപീകൃതമാവുന്നത്. ആദ്യ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായ ഡൊമിനിക് പ്രസന്റേഷൻ 16,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് CPMന്റെ MC ജോസഫൈനെ പരാജയപ്പെടുത്തി. എന്നാൽ 2016 ഡൊമിനിക് പ്രസന്റേഷനെ 1080 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി CPMന്റെ KJ മാക്സി കൊച്ചി പിടിച്ചെടുക്കുകയായിരുന്നു. തുടർന്ന് 2021 മുൻമേയർ ടോണി ചമ്മണി UDFനായി എത്തിയെങ്കിലും 10,000-ലേറെ വോട്ടുകൾക്ക് KJ മാക്സി വിജയിച്ചു. അതുകൊണ്ട് തന്നെ 3ാം തവണയും KJ മാക്സിയെ തന്നെ രംഗത്തിറക്കാൻ പാർട്ടി തീരുമാനിക്കുകയായിരുന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതോടെ LDFന്റെ ചുവരെഴുത്തുകൾ ആരംഭിച്ചു. പോസ്റ്ററുകളും വ്യാപകമായി പതിച്ചു തുടങ്ങി. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം എല്ലാ മേഖലാ കേന്ദ്രങ്ങളിലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം അറിയിച്ചുകൊണ്ടുള്ള പ്രകടനങ്ങളും നടന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് ശേഷം KJ മാക്സി എത്തിയത് നമ്മൾ കൊച്ചിക്കാർ സംഘടിപ്പിച്ച സമൂഹ നോമ്പുതുറയിൽ പങ്കെടുക്കാനാണ്. അതേസമയം UDF സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് തീരുമാനമൊന്നും ആയിട്ടില്ല. DCC പ്രസിഡന്റ് കൂടിയായ മുഹമ്മദ് ഷിയാസിനാണ് സാധ്യത കൂടുതൽ. ഷെയ്നി മാത്യു, ജോൺ പയേരി, ആന്റണി കുരിത്തറ എന്നിവരും സീറ്റിനായി രംഗത്തുണ്ട്. മുൻ MLA കൂടിയായ ഡൊമിനിക് പ്രസന്റേഷനും സീറ്റിനായി ശ്രമിക്കുന്നുണ്ടെന്നാണ് വിവരം. അതിനിടെ സഭയുടെ പിന്തുണയുണ്ടെന്ന അവകാശവാദവുമായി യൂത്ത് കോൺഗ്രസ് കൊച്ചി മണ്ഡലം ജനറൽ സെക്രട്ടറി ബേസിൽ ഡിക്കോത്തയും രംഗത്ത് വന്നിട്ടുണ്ടെന്നുള്ളതാണ് പ്രത്യേകത. UDF സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനം വരുന്നതോടെ തെരഞ്ഞെടുപ്പ് രംഗത്തിന് ചൂടേറും. ന്യൂസ് ബ്യൂറോ, കൊച്ചി.